ഉദയകൃഷ്ണ സിബി കെ തോമസ് കഥ, തിരക്കഥ, സംഭാഷണം എഴുതി ജോഷി സംവിധാനം ചെയ്ത ചിത്രം ലയൺ. വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയായ ബാലഗംഗാധര മേനോന്റെ വസതിക്ക് മുന്നിൽ ജയ്വിളികളുമായി അണികൾ. KDF മുന്നണിയിലെ ഒരു ഗ്രൂപ്പ് നേതാവ് കൂടിയാണ് ബാലഗംഗാധര മേനോൻ. ദിവാകരൻ ഈ ഗ്രൂപ്പിൽപ്പെട്ട ഒരു മന്ത്രിയാണ്. മുഖ്യമന്ത്രി അവറാച്ചൻ തങ്ങളുടെ ഗ്രൂപ്പിനെ ഒതുക്കാൻ ശ്രമിക്കുന്ന കാര്യം ഗ്രൂപ്പിൽ ചർച്ച ചെയ്യുന്നുണ്ട്. മുഖ്യമന്ത്രി രാജിവെക്കണം, മേനോൻ മുഖ്യമന്ത്രിയാകണമെന്ന് KDFിൽ തന്നെ ആവശ്യമുയരുന്നു. മുഖ്യമന്ത്രിയെ മാറ്റേണ്ടതില്ല എന്ന് കൺവീനർ പറയുന്നുണ്ട്. മുഖ്യമന്ത്രിയാകാൻ താൻ എന്തുകൊണ്ടും യോഗ്യനാണെന്ന് അവകാശപ്പെടുകയാണ് മേനോൻ മുന്നണി യോഗം വിട്ടിറങ്ങിപ്പോകുന്നു. മേനോൻ IPS IAS ഉദ്യോഗസ്ഥരായ മരുമക്കളെ ഗസ്റ്റ് ഹൗസിലേക്ക് മീറ്റിംഗിന് വിളിപ്പിക്കുന്നു. മേനോനെ മുഖ്യമന്ത്രിയാക്കാനുള്ള തന്ത്രങ്ങളാണ് മരുമക്കൾ മെനയുന്നത്. മുഖ്യമന്ത്രിയെ രാജിവെപ്പിക്കാനുള്ള കുതന്ത്രങ്ങൾ പറഞ്ഞുകൊടുക്കുകയാണ് IPS ഉദ്യോഗം രാജിവെച്ച മരുമകൻ പവിത്രൻ. സ്വാശ്രയ കോളേജുകൾക്കെതിരെ വിദ്യാർത്ഥികളുടെ സമരം നടക്കുകയാണല്ലോ. അതെ, ആ സമരം അക്രമാസക്തമായാൽ ആഭ്യന്തരം കൈയടക്കി വെച്ചിരിക്കുന്ന മുഖ്യനെതിരെ വിദ്യാർത്ഥികൾ തിരിയും. സമരം വീണ്ടും ശക്തമാകുമ്പോൾ മുഖ്യമന്ത്രി രാജിവെക്കും. ഇതാണ് പവിത്രൻ പറഞ്ഞുകൊടുത്ത തന്ത്രം. പോലീസിൽ തന്റെ അടുപ്പക്കാരെ വിളിച്ചു പറഞ്ഞ് സമരം അക്രമാസക്തമാക്കാനുള്ള ശ്രമമാണ് നടത്തുന്നത്. ASP ഹർഷനെയാണ് ഇതിനുവേണ്ടി പവിത്രൻ വിളിക്കുന്നത്. നിശ്ചയിച്ചതുപോലെ വിദ്യാർത്ഥി സമരത്തിനിടയിൽ നിന്ന് ഒരാൾ പോലീസിന് നേരെ ബോംബെറിയുന്നു. പോലീസ് ലാത്തിചാർജ് ചെയ്യുന്നു. ഈ വാർത്ത കേട്ട് പവിത്രനും മേനോനും സന്തോഷിക്കുന്നു. എന്നാൽ ഫലം വിചാരിച്ചതിന് വിപരീതമായി. യൂത്ത് വിംഗ് മുഖ്യമന്ത്രിക്കെതിരെയല്ല തിരിഞ്ഞത്, വിദ്യാഭ്യാസ മന്ത്രി മേനോനെതിരെയായിരുന്നു. ഇത് മേനോന്റെ കുതന്ത്രം തിരിച്ചറിഞ്ഞ ഏതോ യൂത്ത് നേതാവിന്റെ കളിയാണ്. മന്ത്രിയുമായി സംസാരിക്കാൻ ആ നേതാവെത്തി, B കൃഷ്ണകുമാർ. സമരം പൊളിക്കാൻ ബോംബെറിഞ്ഞ വിക്ടർ സാമുവലിനെ കൃഷ്ണകുമാറും സംഘവും മന്ത്രിയെ കാണിക്കുന്നു. വഴിതടഞ്ഞ യൂത്ത് വിങ്ങിനെ ലാത്തിചാർജ് ചെയ്യുന്നു. വിദ്യാഭ്യാസ മന്ത്രി ബാലഗംഗാധര മേനോന്റെ മകനാണ് കൃഷ്ണകുമാർ. ഞങ്ങൾ തമ്മിലൊരു ചെറിയ ബന്ധമുണ്ട്. എന്തു ബന്ധം? എന്റെ ഒരേ ഒരു മോന. അച്ഛനും മകനും കീരിയും പാമ്പും പോലെയാണ്. ലാത്തിയടിയേറ്റ് ക്ഷീണിച്ച് കൃഷ്ണകുമാർ രാത്രി വീട്ടിലേക്ക്. അച്ഛനും അളിയനുമെല്ലാം കൃഷ്ണകുമാറിനെ പരിഹസിക്കുന്നു. പെങ്ങളുമൊത്ത് സമാധാനമായി അത്താഴമുണ്ണുന്ന കൃഷ്ണകുമാർ. രാത്രി മന്ത്രിക്ക് ഒരു അതിഥി, അനിൽ മുഖർജി, ഡൽഹിയിൽ നിന്നാണ് വരുന്നത്. പെപ്പേക്കോള കമ്പനിയുടെ CEO ആണ്. പുതിയ പ്ലാന്റ് ഓപ്പൺ ചെയ്യാൻ പദ്ധതിയുമായാണ് വന്നിരിക്കുന്നത്. ഭൂഗർഭജലം വലിച്ചെടുത്താണ് പെപ്പേക്കോള നിർമ്മിക്കുന്നത്. മേനോൻ ആദ്യം വിസമ്മതിച്ചെങ്കിലും പവിത്രൻ നേരത്തെ 2 കോടി രൂപ വാങ്ങിക്കഴിഞ്ഞു. വ്യവസായ മന്ത്രി ദിവാകരനും ഒരു തുക കൊടുക്കേണ്ടി വരുമെന്നും പറയുന്നു. ഇതെല്ലാം കൃഷ്ണകുമാർ കേൾക്കുന്നുണ്ട്. വഴിതടയൽ സമരം നടക്കുമ്പോൾ ഒരു പെൺകുട്ടി വഴിതടയലിനെതിരെ സംസാരിക്കാൻ വരുന്നു. കോട്ടപ്പുറം സ്കൂളിലെ ടീച്ചറാണ്. ടീച്ചറിന്റെ ബാല്യകാല കൂട്ടുകാരൻ കൂടിയാണ് കൃഷ്ണകുമാർ. ഇത് ടീച്ചർ ഓർക്കുന്നു. ഉണ്ണി കത്തു കൊടുക്കുന്നത് അച്ഛൻ കാണുന്നു. അങ്ങനെ വീട്ടുജോലിക്കാരിയായ ദേവകി അമ്മയെയും മകളെയും മേനോൻ ഇറക്കിവിട്ട സംഭവവും ടീച്ചർ ഇപ്പോൾ ഓർത്തെടുക്കുന്നു. മേനോനെ കാണാൻ വന്നവരെ കൃഷ്ണകുമാർ കാണുന്നു. ശാരിക ടീച്ചർ കൃഷ്ണകുമാറിന്റെ വീട്ടിൽ. ദേവകിയുടെ മകൾ ശാരികയാണ് ഇതെന്ന് അമ്മ പരിചയപ്പെടുത്തുന്നു. ശാലു കോട്ടപ്പുറത്തെ കുടിവെള്ള പ്രശ്നവുമായി ബന്ധപ്പെട്ട് നിവേദനം സമർപ്പിക്കാൻ വന്നതാണ്. കുട്ടിക്കാലത്തെ പ്രണയം ഉള്ളിൽ സൂക്ഷിച്ച കാര്യം കൃഷ്ണകുമാർ ശാലുവിനെ ഓർമ്മിപ്പിക്കുന്നു. കുടിവെള്ള പ്രശ്നം മേനോൻ വഴി പരിഹരിക്കാനാകില്ല എന്ന് പറഞ്ഞ് കൃഷ്ണകുമാർ കളക്ടറെ കാണാൻ ശാരികയെ കൂട്ടി പോകുന്നു. അളിയൻ ഗോപിനാഥനാണ് കളക്ടർ. അതിഥിയായി ഹർഷൻ IPSും അവിടെയുണ്ട്. കൃഷ്ണകുമാർ കാത്തുനിൽക്കുന്നത് അറിഞ്ഞ ഗോപിനാഥ് ബോധപൂർവം വെയിറ്റ് ചെയ്യാൻ പറയുന്നു. കൃഷ്ണകുമാറും ശാലുവും കാത്തുനിന്ന് മുഷിയുന്നു. 3 മണിക്കൂർ വെയിറ്റ് ചെയ്ത ശേഷം ഗോപിനാഥിനെ കാണുന്നു. അളിയ എന്ന് വിളിച്ച് ഓടിവന്ന കൃഷ്ണകുമാറിനോട് അളിയനും മച്ചമ്പേക്കങ്ങ് വീട്ടില് കോൾ മീ സർ എന്ന് പറഞ്ഞ് അവഹേളിക്കുന്നു ഗോപിനാഥ്. എന്നാൽ കൊടുക്കേണ്ട മറുപടി കൃഷ്ണകുമാർ അപ്പോൾ തന്നെ കൊടുക്കുന്നുമുണ്ട്. സർ, ഈ IAS എന്ന 3 അക്ഷരം ആളുകളുടെ മുമ്പിൽ ആളാകാനും കേസ് വെറുപ്പിക്കാനല്ല ഉപയോഗിക്കേണ്ടത്, ജനസേവനത്തിന്. വീട്ടിൽ ഇതുമായി ബന്ധപ്പെട്ട് സഹോദരിമാർ കൃഷ്ണകുമാറിനോട് തട്ടിക്കയറുന്നു. കോട്ടപ്പുറത്തെ കുടിവെള്ളമാണ് പ്രശ്നം. എന്നാൽ ഇക്കാര്യത്തിൽ മന്ത്രിയോ കലക്ടറോ ഇടപെടുന്നില്ല. കൃഷ്ണകുമാറിനോട് ഇടപെടരുത് എന്നും മന്ത്രി പറയുന്നു. കോട്ടപ്പുറം കോള കമ്പനി ഉദ്ഘാടനം. കൃഷ്ണകുമാറും സംഘവും വഴിതടയുന്നു. കൃഷ്ണകുമാർ ഹൈക്കോടതി സ്റ്റേ ഓർഡർ കാണിക്കുന്നു. ശാരി കൃഷ്ണകുമാറിനെ കാണാൻ വിളിക്കുന്നു. 4 മണിക്ക് സ്കൂളിൽ വെച്ച് കാണുന്നു. തന്റെ സഹോദരി മീനാക്ഷിയുടെ കാമുകൻ പ്രസാദിനെ പരിചയപ്പെടുത്താനും അവർ തമ്മിൽ വിവാഹം നടത്തുന്ന കാര്യം പറയാനുമാണ് ശാരി വിളിപ്പിച്ചത്. എന്നാൽ മീനുവിന്റെ വിവാഹം ഹർഷൻ IPSുമായി ആലോചിച്ചു വച്ചിരിക്കുകയാണ് വീട്ടുകാർ. കല്യാണമുറപ്പിക്കാൻ വന്നിരിക്കുകയാണ് ഹർഷനും വീട്ടുകാരും. ഹർഷനോട് ഈ വിവാഹത്തിൽ നിന്ന് പിന്തിരിയാനും പ്രസാദുമായുള്ള മീനുവിന്റെ ബന്ധവും പറയുകയാണ് കൃഷ്ണകുമാർ. എന്നാൽ ഹർഷൻ അത് കാര്യമാക്കുന്നില്ല.
ഈ വിവാഹം നടക്കില്ല എന്ന് കൃഷ്ണകുമാർ പരസ്യമായി പറയുന്നു. എന്നാൽ താൻ തീരുമാനിച്ചത് നടക്കൂ എന്ന് മന്ത്രി മേനോൻ പറയുന്നു. പവിത്രൻ മേനോന്റെ ഫോണിൽ നിന്ന് ഒരാളെ വിളിച്ച് പ്രസാദിന്റെ വിവരങ്ങൾ വിളിച്ചു പറയുന്നു. കോട്ടപ്പുറം സ്കൂളിലെത്തിയ കൊട്ടേഷൻ സംഘം മന്ത്രി മേനോന്റെ ഫോണിലേക്ക് വിളിക്കുന്നു. അവർ പ്രസാദിനെ സ്കൂളിൽ കയറി വെട്ടിക്കൊല്ലുന്നു. ഇതിന് ശാരിക ദൃക്സാക്ഷിയാകുന്നു. കൊലപാതകയെ പറ്റി വ്യക്തമായ സൂചന എനിക്ക് ലഭിച്ചിട്ടുണ്ട്. എങ്കിൽ പിന്നെ സാറിനെ അവരെ അറസ്റ്റ് ചെയ്തൂടെ? വെറുതെ അറസ്റ്റ് ചെയ്തിട്ട് കാര്യമൊന്നുമില്ല. സാക്ഷിയുണ്ടെങ്കിൽ കസ്റ്റഡിയിലെടുക്കാം എന്ന് പറയുന്നു. കൃഷ്ണകുമാർ ശാലുവിനെ സമീപിച്ച് സാക്ഷി പറയാൻ നിർബന്ധിക്കുന്നു. ശാരിയുടെ അമ്മ എതിർക്കുമ്പോഴും ശാരി സാക്ഷി പറയാൻ സമ്മതിക്കുന്നു. പ്രതിയെ കസ്റ്റഡിയിലെടുക്കുന്നു. ഇവനാണ് മുഖ്യപ്രതി, വെട്ടൂർ ശിവൻ. ശിവനെ സിഐയും കൃഷ്ണകുമാറും മർദ്ദിക്കുന്നു. ആരുടെ കൊട്ടേഷനാണെന്ന് ശിവൻ സമ്മതിക്കുന്നില്ല. ഇതിനിടയിൽ സാക്ഷി പറഞ്ഞ ശാരിയെ മറ്റൊരു സംഘം ആക്രമിക്കുന്നു. ഇതറിഞ്ഞ കൃഷ്ണകുമാറും സംഘവും തിരിച്ചടിക്കുന്നു. ഇതുമായി ബന്ധപ്പെട്ട് ഹർഷൻ കൃഷ്ണകുമാറിനെയും സംഘത്തെയും മുക്കയം ക്യാമ്പിൽ പൂട്ടുന്നു. ഇതിനിടയിൽ മീനാക്ഷിയുടെ വിവാഹം നടക്കുന്നു. എന്നാൽ കൃഷ്ണകുമാറും എവിടെയാണെന്ന കാര്യം വീട്ടുകാർ അറിയുന്നില്ല. ജയിലിൽ നിന്നിറങ്ങി കൃഷ്ണകുമാർ വീട്ടിലേക്ക്. അമ്മ പരാതി പറയുന്നു. ക്ലാസ് റൂമിൽ കുട്ടികളുടെ കയ്യിൽ ഒരു മൊബൈൽ ഫോൺ കാണുന്നു. പ്രസാദിനെ കൊന്ന സമയത്ത് നഷ്ടപ്പെട്ട ഫോൺ. പ്രസാദിനെ കൊല്ലുന്നതിന് മുൻപ് അവസാനമായി ആ ഫോണിൽ നിന്ന് പോയ കോൾ മന്ത്രി ബാലഗംഗാധര മേനോന്റെ, അതായത് കൃഷ്ണകുമാറിന്റെ അച്ഛന്റെ ഫോണിലേക്കായിരുന്നു എന്ന കാര്യം CI വിജയൻ മുഖ്യമന്ത്രിയോട് പറയുന്നു. റിമാൻഡിലെ പ്രതിയെ ചോദ്യം ചെയ്തപ്പോൾ മന്ത്രിയുടെ പങ്ക് വ്യക്തമായി. മന്ത്രി ബാലഗംഗാധര മേനോൻ മണിമലയാർ അഴിമതി കേസിലും പ്രതിയാണ്. ഇതിൽ അദ്ദേഹം ഹാജരായിട്ടില്ല. എങ്ങനെ മേനോനെ രക്ഷിക്കാം എന്ന് മുഖ്യമന്ത്രി കൃഷ്ണകുമാറുമായി ആലോചിക്കുകയാണ്. അങ്ങനെ മേനോനെ അറസ്റ്റ് ചെയ്യാൻ CM ഓർഡർ നൽകുന്നു. പോലീസ് എത്തുന്നു. തുടർന്ന് പരക്കെ പ്രതിഷേധങ്ങൾ, അക്രമങ്ങൾ. മേനോന് ജാമ്യം ലഭിക്കുന്നു. മുഖ്യമന്ത്രി PK എബ്രഹാമിനെ പുറത്താക്കാൻ മേനോൻ കളിച്ച കളികൾ വ്യക്തമാകുന്നു. മുഖ്യമന്ത്രി PK എബ്രഹാം മുഖ്യമന്ത്രി സ്ഥാനം രാജിവെച്ച് മന്ത്രിസഭ പിരിച്ചുവിടുന്നു. ഇത് വലിയ വാർത്തയാകുന്നു. അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുക്കുന്നു. ഇനി മത്സരിക്കാൻ താനില്ല എന്ന് എബ്രഹാം അടുത്ത മുഖ്യമന്ത്രിയായി തൊമ്മൻ ചാക്കോയെ ശുപാർശ ചെയ്യുന്നു. PK എബ്രഹാം കൃഷ്ണകുമാറിനെ വിളിപ്പിക്കുന്നു. ചിറ്റാരിക്കര മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിയാകാൻ താൽപ്പര്യമുള്ളതായി അറിയിക്കുന്നു. ബാലഗംഗാധര മേനോന്റെ മണ്ഡലമാണ് ചിറ്റാരിക്കര. അഴിമതി കേസും കൊലക്കേസും മറ്റും ഉള്ളതുകൊണ്ട് മേനോൻ ജയിക്കില്ല. അതിനാൽ മകനായ കൃഷ്ണകുമാറിനെ നിർത്താം എന്ന് KDF തീരുമാനിക്കുന്നു. പ്രവർത്തനം തുടങ്ങിക്കോ എന്ന് പറഞ്ഞതോടെ കൃഷ്ണകുമാറും കൂട്ടരും ഹാപ്പിയാകുന്നു. എന്നാൽ മുന്നണി യോഗത്തിൽ കൃഷ്ണകുമാറിനെ സ്ഥാനാർത്ഥിയാക്കുന്നതിനെതിരെ ബാലഗംഗാധര മേനോൻ ഗ്രൂപ്പിൽ സമ്മർദ്ദമുണ്ടാക്കുന്നു. ഒടുവിൽ മുന്നണി വിടും എന്ന് ബാലഗംഗാധര മേനോൻ ഭീഷണി ഉയർത്തിയതോടെ കാര്യങ്ങൾ മാറിമറയുന്നു. സമ്മർദ്ദത്തിലായ മുന്നണി ചിറ്റാരിക്കരയിൽ മേനോനെ തന്നെ സ്ഥാനാർത്ഥിയാക്കാം എന്ന് സമ്മതിക്കുന്നു. കൃഷ്ണകുമാറിന് കൊടുത്ത വാക്ക് മറന്നു. കൈയടിച്ചു പാസാക്കി. ഇത് കണ്ടുനിന്ന കൃഷ്ണകുമാർ നിരാശനാകുന്നു. കൃഷ്ണകുമാർ സ്വതന്ത്രനായി മത്സരിക്കണമെന്ന് കൂട്ടുകാർ, ഒപ്പം കൃഷ്ണകുമാറിന്റെ കൂടെ നിൽക്കുന്ന CI വിജയനും. ഒടുവിൽ കൃഷ്ണകുമാർ സമ്മതിക്കുന്നു. ഇലക്ഷൻ പ്രവർത്തനം ആരംഭിക്കുന്നു. കൃഷ്ണകുമാർ സ്വതന്ത്ര സ്ഥാനാർത്ഥി. ചിഹ്നം സിംഹം. ചിറ്റാരിക്കര മണ്ഡലത്തിൽ അച്ഛൻ ബാലഗംഗാധര മേനോന് എതിരാളി സ്വന്തം മകൻ. സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നു. തനിക്ക് ലഭിച്ച പാരിതോഷിക തുകകൾ കൃഷ്ണകുമാർ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കായി പരസ്യമായി നൽകുന്നു. തെരഞ്ഞെടുപ്പ് ഫലം മുന്നണി സമവാക്യങ്ങളെ അട്ടിമറിക്കുന്നു. ഫലം തൂക്കുമന്ത്രിസഭയ്ക്ക് സാധ്യത. ചിറ്റാരിക്കര മണ്ഡലത്തിൽ B കൃഷ്ണകുമാർ ജയിച്ചു. മേനോൻ 3ാം സ്ഥാനത്തായി. വിജയശ്രീലാളിതനായി കൃഷ്ണകുമാർ. KDF മുന്നണിക്ക് 70 സീറ്റ്. കൃഷ്ണകുമാർ KDFിനൊപ്പം നിന്നാൽ 71 സീറ്റോടെ KDFിന് ഭരിക്കാം. കൃഷ്ണകുമാർ KDF മുന്നണി യോഗത്തിലേക്ക്. മുന്നണിയിൽ നിൽക്കാൻ കൃഷ്ണകുമാർ ഡിമാൻഡ് വയ്ക്കുന്നു. ആഭ്യന്തരം എനിക്ക് കിട്ടണം. ആഭ്യന്തര വകുപ്പ് മന്ത്രിയാക്കണം. സമ്മർദ്ദത്തിലാക്കിയ കൃഷ്ണകുമാറിന് ഒടുവിൽ ആഭ്യന്തര മന്ത്രി സ്ഥാനം നൽകുന്നു. B കൃഷ്ണകുമാർ ആഭ്യന്തര മന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യുന്നു. ക്യാബിനറ്റ് മീറ്റിംഗ്. പേഴ്സണൽ പ്രൊട്ടക്ഷൻ വിംഗ് റെഡി. ആഭ്യന്തര വകുപ്പ് മന്ത്രി K കൃഷ്ണകുമാർ ഓഫീസിലേക്ക്. മന്ത്രി കസേരയിൽ അച്ഛൻ ബാലഗംഗാധര മേനോൻ ബുദ്ധിപൂർവ്വം കസേരയിൽ നിന്ന് മേനോനെ ഒഴിപ്പിച്ചു. കലക്ടർ ഗോപിനാഥൻ കാണാൻ വന്നിരിക്കുന്നു. വെയിറ്റ് ചെയ്യുന്നു. പണ്ട് കൃഷ്ണകുമാർ വെയിറ്റ് ചെയ്തതുപോലെ. ഗോപിനാഥൻ IAS ഫയലുമായി അളിയ എന്ന് വിളിച്ചുകൊണ്ട്. അളിയനും അച്ചമ്മയ്ക്കും വീട്ടില്. പോലീസ് ഡിപ്പാർട്ട്മെന്റിന്റെ സ്വീകരണം. ഹർഷൻ IPS അളിയ എന്ന് വിളിയുമായി. മിസ്റ്റർ DGP, നിങ്ങളുടെ പോലീസ് ഓഫീസേഴ്സ് ഹോം മിനിസ്റ്ററെ കാണുമ്പോൾ എങ്ങനെയാണ് ബിഹേവ് ചെയ്യുന്നത്? അവിടെയും മന്ത്രി കൃഷ്ണകുമാർ തിരിച്ചൊരു പണി കൊടുത്തു. മന്ത്രി വീട്ടിൽ എല്ലാവരുടെ മുമ്പിൽ ഒന്നാളാകുന്നു. അളിയന്മാരെ കളിയാക്കിയതിൽ പെങ്ങന്മാർക്ക് പരാതി. IPS ഹർഷൻ അളിയന് ബീഹാറിലേക്ക് സ്ഥലമാറ്റം നൽകുന്നു.
ഇതിനിടയിൽ മേനോനെതിരെയുള്ള കേസിൽ ഷാരിയോട് അനുകൂല സാക്ഷി പറയാൻ മേനോൻ സ്വാധീനിക്കുന്നു. ഷാരി വഴങ്ങുന്നില്ല. ഷാരിക്കെതിരെ കൊട്ടേഷൻ പവിത്രന്റെ വക. എന്നാൽ പാളി. ഷാരിക്ക് പ്രത്യേക പോലീസ് പ്രൊട്ടക്ഷൻ മന്ത്രി കൃഷ്ണകുമാർ ഏർപ്പെടുത്തിയിരുന്നു. എന്നാൽ ആ ഗുണ്ടകൾ മണിക്കൂറുകൾക്കുള്ളിൽ ജാമ്യത്തിലിറങ്ങിയത്രേ. ഗുണ്ട ആക്ട് നടപ്പാക്കാൻ മുഖ്യമന്ത്രിയോട് ശുപാർശ ചോദിക്കുന്ന കൃഷ്ണകുമാർ. എന്നാൽ CM സമ്മതിക്കുന്നില്ല. രാജ്യഭീഷണി മുഴക്കുമ്പോൾ മുഖ്യമന്ത്രി സമ്മതിക്കുന്നു. ഗുണ്ട ആക്ട് ഓർഡിനൻസ് പാസാക്കാൻ തീരുമാനം. ഗുണ്ടാവിളിയാട്ടം അവസാനിച്ചതായി റിപ്പോർട്ട്. ഷാരിയുടെ ടെമ്പററി ജോലി കാലാവധി കഴിഞ്ഞു. തിരിച്ചു പോകുന്നു. ഷാരിയെ വിവാഹം കഴിക്കാൻ അമ്മയോട് ചോദിക്കുന്നു. വിശ്വസിക്കാനാകാതെ സമ്മതം മൂളുന്നു. മന്ത്രി കൃഷ്ണകുമാറും ഷാരിയും തമ്മിലുള്ള വിവാഹം രജിസ്റ്റർ ഓഫീസിൽ. വിവാഹക്കാര്യം അറിഞ്ഞ അളിയന്മാർ അവരെ വീട്ടിൽ കയറ്റരുത് എന്ന് വാശിയിലാണ്. അമ്മ വിളക്കുമായി വന്നെങ്കിലും അച്ഛനും സമ്മതിച്ചില്ല. വീട്ടിൽ കയറാനാകാതെ തിരിച്ചുപോകുന്ന മന്ത്രി ഔദ്യോഗിക വസതിയിൽ ജീവിതം ആരംഭിക്കുന്നു. ബിനാമി പേരുകളിൽ മുൻ മന്ത്രിമാർ ഉണ്ടാക്കിയ സ്വത്തും പണവും സെർച്ച് ചെയ്ത് കണ്ടുകെട്ടുന്നു. മുഖ്യമന്ത്രിയെ അമേരിക്കയിലേക്ക് അയച്ചാണ് മന്ത്രി കൃഷ്ണകുമാർ ഇക്കാര്യം ചെയ്തത്. കൃഷ്ണകുമാറിന് ശത്രുക്കൾ പെരുകുന്നു. മന്ത്രിസ്ഥാനം തെറിപ്പിക്കാനുള്ള പദ്ധതികൾ പവിത്രൻ ആലോചിക്കുന്നു. മേനോൻ പ്രതിയായ പ്രസാദ് കൊലക്കേസ് 1-ാം പ്രതി വെട്ടൂർ ശിവനെ സബ് ജയിലിൽ വെച്ച് സഹതടവുകാർ കൊല്ലുന്നു. ഇതോടെ 2-ാം പ്രതി ബാലഗംഗാധര മേനോനെ കോടതി വെറുതെ വിടുന്നു. അച്ഛൻ നിരപരാധിയാണെന്ന് തെളിഞ്ഞാൽ രാജിവെച്ച് അച്ഛന് അവസരം നൽകുമെന്ന് കൃഷ്ണകുമാർ പത്രക്കാരോട് മുൻപ് പറഞ്ഞിരുന്നു. ഈ വാക്ക് മുതലാക്കി രാജിവെക്കാൻ പറയുകയാണ് മേനോൻ. അധികാരഭ്രാന്ത് മൂത്ത് മേനോൻ. അമ്മ കൃഷ്ണകുമാറിന്റെ ഔദ്യോഗിക വസതിയിലേക്ക്. അച്ഛനു വേണ്ടി മന്ത്രിസ്ഥാനം രാജിവെക്കാൻ അമ്മ കൃഷ്ണകുമാറിനോട് പറയുകയാണ്. എന്നാൽ താൻ രാജിവെക്കില്ല എന്ന് കൃഷ്ണകുമാർ പറഞ്ഞതോടെ അമ്മ പിണങ്ങി തിരിച്ചു പോകുന്നു. പവിത്രൻ ഇതിനിടയിൽ കുത്തിത്തിരിപ്പുണ്ടാക്കുന്നു. ഒരു ഉപതെരഞ്ഞെടുപ്പിനുള്ള സാധ്യത ഉണ്ടാക്കാൻ പറയുകയാണ് പവിത്രൻ. എങ്ങനെ എന്ന് ചോദിക്കുമ്പോൾ അവൻ ഇല്ലാതാകണം. എന്നാൽ ഇത് കേട്ട് മേനോൻ നടുങ്ങുന്നു. കൃഷ്ണകുമാറിനെ ഇല്ലാതാക്കാൻ ആരോ പരിശ്രമിക്കുന്നതായി മേനോൻ സ്വപ്നം കാണുന്നു. ഇത് മേനോനിൽ വലിയ മാറ്റമുണ്ടാക്കുന്നു. തൻ്റെ മകനോടുള്ള വൈര്യം മറന്ന് മേനോൻ കൃഷ്ണകുമാറിനെ വിളിക്കുന്നു. വിശ്വസിക്കാനാകാതെ കൃഷ്ണകുമാർ. ഡൽഹി യാത്രയ്ക്ക് ഒരുങ്ങുകയാണ് കൃഷ്ണകുമാർ. വർഷങ്ങൾക്ക് ശേഷം അധികാരഭ്രാന്തില്ലാതെ മേനോൻ തൻ്റെ മകനെ കാണുന്നു. മകനോട് മാപ്പ് ചോദിക്കുന്നു. താൻ അഴിമതിയിലൂടെ ഉണ്ടാക്കിയത് സർക്കാരിന് കൊടുത്ത് ജനങ്ങളോട് മാപ്പ് ചോദിക്കും എന്ന് പറഞ്ഞ് മേനോൻ ഒരു നല്ല മനുഷ്യനാകുന്നു. മകന്റെ മന്ത്രിസ്ഥാനത്തെ അനുഗ്രഹിക്കുന്നു. അവരുടെ ദാമ്പത്യത്തെ ആശീർവദിക്കുന്നു. ഉടൻ വീട്ടിലേക്ക് താമസം മാറാൻ അച്ഛൻ ക്ഷണിക്കുന്നു. ഡൽഹിയിൽ കൃഷ്ണകുമാറിന് ഒരു കോൾ. അച്ഛൻ ഒരു അപകടത്തിൽ കൊല്ലപ്പെട്ടു. വാർത്ത വരുന്നു. മുൻ വിദ്യാഭ്യാസ മന്ത്രി ബാലഗംഗാധര മേനോൻ കാർ അപകടത്തിൽ കൊല്ലപ്പെട്ടു. പവിത്രൻ കൃഷ്ണകുമാറിനെ സംശയിച്ച് പരസ്യമായി പറയുന്നു ഇത് കൊല്ലിച്ചതാകാം എന്ന്. എന്നാൽ കൂട്ടുകാർ വന്ന് പറഞ്ഞതനുസരിച്ച് PA ജോസഫ് ചേട്ടനെ കാണാൻ പോകുന്നു. അച്ഛനോടൊപ്പം യാത്ര ചെയ്ത് അപകടത്തിൽ പരിക്കേറ്റ് കഴിയുകയാണ് ജോസഫ് ഏട്ടൻ. ജോസഫ് ചേട്ടൻ വിവരങ്ങൾ പറയുന്നു. കൃഷ്ണകുമാറിനെ കണ്ടുള്ള തിരികെയുള്ള യാത്രയിൽ ജോസഫ് ചേട്ടനെ മേനോൻ കാറിൽ കയറ്റുന്നുണ്ട്. എതിരെ വന്ന ലോറി ഇടിക്കുന്നു. എന്നാൽ ഇടിച്ച ലോറി പിന്നോട്ടെടുത്ത ശേഷം വീണ്ടും ഇടിച്ചത്രേ. ഇതൊരു സാധാരണ അപകടമല്ലെന്നാണ് ജോസഫ് ചേട്ടൻ പറയുന്നത്. ഇതിനിടയിൽ CI വിജയൻ വരുന്നു. ലോറി ഡ്രൈവറും ക്ലീനറും ഒളിച്ചിരിക്കുന്ന സ്ഥലം കണ്ടുപിടിച്ചു എന്ന്. കൃഷ്ണകുമാറിന്റെ വീട്ടിൽ തന്നെയാണ് അവർ ഒളിച്ചത്. റെയ്ഡിൽ പിടിക്കപ്പെടുന്നു. അവിടെ വെച്ച് ചോദ്യം ചെയ്യുന്നു. അമ്മ കൃഷ്ണകുമാറിനെ വിശ്വസിക്കുന്നില്ല. ഉടൻ പെങ്ങൾ പറയുന്നു, അതായത് പവിത്രന്റെ ഭാര്യ സത്യം പറയുന്നു. അച്ഛന്റെ മനംമാറ്റം പവിത്രൻ അറിയുന്നു. അഴിമതിപ്പണമെല്ലാം സർക്കാരിൽ തിരിച്ചേൽപ്പിക്കാൻ പോകുന്നു എന്ന് കേട്ട പവിത്രന് വൈരാഗ്യം തോന്നുന്നു. ഉടൻ പവിത്രൻ കൊല്ലാൻ ആളെ ഏർപ്പാട് ചെയ്യുന്നു. ഇത് പവിത്രന്റെ ഭാര്യ കേൾക്കുന്നു. പവിത്രൻ അവരെയും ഭീഷണിപ്പെടുത്തുന്നു. ഈ സത്യം കേട്ട് എല്ലാവരും ഞെട്ടുന്നു. അതെ, സ്വന്തം മരുമകൻ പവിത്രനാണ് ബാലഗംഗാധര മേനോനെ കൊല്ലാൻ പദ്ധതിയിട്ടത്. പവിത്രൻ നാടുവിടാനൊരുങ്ങുന്നു സിംഗപ്പൂരിലേക്ക്. കൃഷ്ണകുമാറും പോലീസും പവിത്രനെ നേരിടാനെത്തുന്നു. മൽപ്പിടുത്തത്തിനിടയിൽ വെടിപൊട്ടുന്നു. ഒടുവിൽ CI വിജയന്റെ സർവീസ് റിവോൾവർ എടുത്ത് കൃഷ്ണകുമാർ പവിത്രനെ വെടിവെക്കുന്നു. CI വിജയൻ ആഭ്യന്തര വകുപ്പ് മന്ത്രിയുടെ സെക്യൂരിറ്റി ഓഫീസർ എന്ന നിലയിൽ വെടിവെച്ചിട്ടുള്ളതായി FIR തയ്യാറാക്കാം എന്ന് CI പറയുന്നു. ആഭ്യന്തര വകുപ്പ് മന്ത്രിക്ക് മുൻ മുഖ്യമന്ത്രിയുടെ അഭിനന്ദനം. കൃഷ്ണകുമാർ തന്റെ സഹപ്രവർത്തകർക്കൊപ്പം വീണ്ടും സജീവ രാഷ്ട്രീയം തുടരുന്നു.